ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയ നെക്ക് ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഇതൊരു നെക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് 2 ലെയറിലായിട്ടാണ് വരുന്നത്. അതിൽ ആദ്യത്തെ ലെയറിൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ലെയർ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഫസ്റ്റിനെക്കാട്ടിലും ഒരു ഇത്രയും കൂടെ നീളത്തിൽ ഇതിൻ്റെ വർക്ക് വരും. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് എന്തോരം നീളത്തിലാണോ പെറ്റൽ വേണ്ടത് അത്രയും നീളത്തിൽ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി എടുത്ത് താഴോട്ട് വയ്ക്കുക. താഴോട്ടേക്ക് തിരിച്ചു കുത്തുമ്പോൾ അത് ലോക്കായിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ടും 2 പെറ്റൽസ് വീതം സ്റ്റിച്ച് ചെയ്യണം. ഈ ആദ്യം എടുത്തതിനെക്കാട്ടിലും ഒരല്പം കൂടെ താത്തി. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എംബ്രോയ്ഡറി ത്രെഡൊക്കെ വെച്ച് ചെയ്തെടുക്കാം. ഈ സൈഡിലോട്ട് 2 പെറ്റൽ ചെയ്തു. നമുക്കതുപോലെ തന്നെ വലത്ത് വശത്തോട്ടും ഇതുപോലെ തന്നെ 2 എണ്ണം ചെയ്തെടുക്കാം. അടുത്ത ലെയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധിക്കണം. ഇത് ഇവിടുന്ന് ഒരല്പം നീളത്തിൽ താഴെ കുത്തിയെടുക്കുക. താഴെ കുത്തിയെടുത്തിട്ട് ഇനി നമ്മൾ ഈ നീഡിൽ തിരിച്ചു വെച്ച് നമ്മൾ ഈ പെറ്റൽ ചെയ്തില്ലേ, ഈ പെറ്റലിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റിയെടുത്തിട്ട് താഴോട്ട് കുത്തുക. അപ്പോൾ ചെറിയൊരു പെറ്റൽ പോലെ നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യുവാണ്. ഈ സൈഡിലോട്ട് 2 പെറ്റൽ, ഈ സൈഡിലോട്ട് 2 പെറ്റൽ. ഇതുപോലെ തന്നെ ഈ സൈഡിലോട്ടും 2 പെറ്റൽ. നമ്മൾ തന്നെ ഒരു 2 പ്രാവശ്യം ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നല്ല എളുപ്പമാണെന്ന് മനസ്സിലാവും.
ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് ഒരൽപ്പം നീക്കി കുത്തിയെടുക്കുക. കുത്തിയെടുത്തിട്ട് ഇതിനകത്തൂടെ കുത്തിയെടുത്ത് താഴോട്ട് കുത്തിയെടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ഈ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ 2 ലെയറിലെയും വർക്ക് കംപ്ലീറ്റ് ആയി. ഞാൻ എന്നിട്ട് ഇതിൽ വൈറ്റ് കളർ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ ഇങ്ങനത്തെ ഹാഫ് ബീഡ്സ് മേടിച്ചിട്ട് അത് വെച്ചാണ് ഇതിൻ്റെ ഈ നീണ്ടു വരുന്ന ഈ ഭാഗം, ഈ താഴെയുള്ള ഭാഗത്തേക്ക് ഈ വൈറ്റ് ബീഡ്സ് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഹാഫ് ബീഡ്സ് പിന്നെ എംബ്രോയ്ഡറി ത്രെഡൊക്കെ നമുക്ക് എല്ലാ കളറിലും അവൈലബിൾ ആണ്. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ നമുക്ക് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.